ഇവിടെയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഖത്തർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ച വളരെ പ്രൊഡക്റ്റീവായിരുന്നു, വളരെ പ്രോഗ്രസീവായിരുന്നു. ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിക്ക് ശേഷം അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ രണ്ട് ചേരികളായി തിരിഞ്ഞ് നല്ല രീതിയിലുള്ള തർക്കം നടക്കുകയാണ്. IRGC ഹാർഡ് ലൈനേഴ്സും അതേപോലെ തന്നെ ഈ ലിബറൽ IRGC അഥവാ മോഡറേറ്റ് IRGC എന്ന് വിളിക്കുന്ന 3 പേരുണ്ടല്ലോ. ഗാലിബാഫ്, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, അതേപോലെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി. ഇവരൊക്കെയാണ് മോഡറേറ്റ് IRGC വക്താക്കൾ. ഒരുപക്ഷേ സിറിയയിൽ ഇതിനു മുമ്പ് IS പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് അൽ ഷറയെ പോലെ ഇവരും ഇറാൻ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്, അമേരിക്കയുടെ നിയന്ത്രണത്തിൽ. പക്ഷേ അമേരിക്ക ഇറാനെ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഓയിൽ മാർക്കറ്റ് ഇവരുടെ കീഴിൽ കൊണ്ടുവന്ന് ഓയിൽ മോണോപോളി നിലനിർത്താനും അതേപോലെ ഡോളറിൻ്റെ മാർക്കറ്റ് പിടിച്ചു നിർത്താനുമാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ നോക്കാം. തജിക്കിസ്ഥാനിലുള്ളൊരു വ്യക്തി ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇറാന് വേണ്ടിയിട്ട് സ്പൈ വർക്ക് നടത്തിയതായിട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊസാദ് ഇറാൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഇറാനും ഇസ്രായേലിൻ്റെ ഉള്ളിൽ സ്പൈ വർക്കുകൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഇറാൻ്റെ ഉള്ളിൽ ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിക്ക് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ നിന്നും ഒരു സീനിയർ MP ലോ മേക്കർ ഇറാൻ്റെ ആയത്തുൽ അലി ഖമനേയിയുടെ ബരിയൽ സെറമണിക്ക് പങ്കെടുക്കുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജൂലൈ 5-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ്, ഈ ഫ്യൂണറൽ സെറമണിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അവിടെ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇറാൻ്റെ ഉള്ളിൽ IRGCയുടെ തലപ്പത്തുള്ള ഒരു സീനിയർ കമാൻഡർ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഗാസ ബോർഡറിൻ്റെ അടുത്ത് 5000 വീടുകൾ നിർമ്മിച്ചിരിക്കുകയാണ് പുതിയ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സൈഡുള്ള ഫൂട്ടേജാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പുതിയ കമ്മ്യൂണിറ്റി വില്ലേജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റ് മിനിസ്ട്രി ഗാസയുടെ ബോർഡറിൽ തന്നെ 5000 പുതിയ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗാസ ബോർഡർ കമ്മ്യൂണിറ്റി തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. 92% ഓഫ് കിബുട്സിൽ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ട ജനങ്ങൾ ഉടനെ തന്നെ അവരവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖത്തറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് അമേരിക്ക ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്, ട്രംപ് സ്പെസിഫിക് ആയിട്ട് പറയുന്ന വിഷയം ഡീന്യൂക്ലിയറൈസേഷൻ, അതായത് ആണവായുധം ഇല്ലാത്തൊരവസ്ഥ, യുറേനിയം എൻറിച്ച്മെൻറ്റ് ഇല്ലാത്തൊരു സാഹചര്യം, അതാണ് അമേരിക്ക ഇറാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ന്യൂക്ലിയർ പവർ ആകുക എന്നുള്ളത് ഇറാൻ്റെ ഡിറ്ററൻസ് ആണെന്നുള്ളതാണ് ഗാലിബാഫിൻ്റെ സൈഡിൽ നിന്നുള്ള ന്യായവാദങ്ങൾ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും പോസിറ്റീവാണ് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത്, ട്രംപിൻ്റെ ടെൽ അവീവ് പെറ്റ്സ്, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ് വളരെ അടുത്ത സുഹൃത്ത് അഥവാ പെറ്റ്, ആ രീതിയിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവർ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ പഠിപ്പിക്കേണ്ടി വരും, എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാം എന്നുള്ളത് പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് അബ്ബാസ് അറക്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ബാസ് അറക്ചി ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ ഉള്ളിൽ നിന്നും IRGC ഹാർഡ് ലൈനേഴ്സിൻ്റെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള എതിർപ്പ് നേരിടുന്നുണ്ട്. പ്രതിഷേധം നല്ല രീതിയിൽ ആഞ്ഞടിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ 3 പേർക്കെതിരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ബാസ് അറക്ചി ഇത്തരത്തിലുള്ള സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തുവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ envoy സെർജിയോ ഗോർ വളരെയധികം ശ്രമിക്കുകയാണ്. പലതരത്തിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് പോകാം എന്നുള്ള തരത്തിലും, അതുപോലെ ഡിഫൻസ്, AI, ട്രേഡ്, ഈ മേഖലകളിലെല്ലാം ശക്തമായ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് സെർജിയോ ഗോർ. എന്തായാലും ട്രംപ് ഇന്ത്യ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപിൻ്റെ വരവിന് മുന്നൊരുക്കം എന്നുള്ള നിലയിൽ വളരെയധികം പ്രോജക്റ്റുകളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് സെർജിയോ ഗോർ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രഷറിയുടെ സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റ്, ഇവരൊക്കെ അവിടെ പ്രശ്നക്കാരാണ്. ഹാവേർഡ് ലുട്നിക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷെ ഇവിടെ സെർജിയോ ഗോർ envoy ആണ്, പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫോറിൻ മിനിസ്ട്രിയുടെ ഭാഗമാണ് സെർജിയോ ഗോർ. തികച്ചും കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റും ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മറ്റ് ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ
ട്രംപ് ത്രൂ മാത്രമേ കഴിയുകയുള്ളൂ സെർജിയോ ഗോറിന്. കാരണം സെർജിയോ ഗോറിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ട്രംപാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ബന്ധം അത്രമാത്രം ഊഷ്മളമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷേ സെർജിയോ ഗോർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ടെനർ 1 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെയും ജപ്പാൻ്റെയും മീറ്റിംഗ്, അതിപ്പം ജപ്പാൻ പ്രൈം മിനിസ്റ്റർ സനെ തകൈഷി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. 16ാമത്തെ ഇന്ത്യ ജപ്പാൻ ആനുവൽ സബ്മിറ്റാണ് നടക്കുന്നത്. നിരവധി എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്ക കീനായിട്ട് വാച്ച് ചെയ്യാണ്. കാരണം ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ടോപ്പ് ബോണ്ട് ഇൻവെസ്റ്ററാണ്. അതായത് അമേരിക്കയുടെ കടംപത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ജപ്പാനാണ്. സോ ജപ്പാൻ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണ് ട്രംപിൻ്റെ താല്പര്യം. ഇതിന് മുമ്പിരുന്ന പ്രൈം മിനിസ്റ്റർ അടുത്തൊക്കെ ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 500 ബില്യൺ എങ്കിലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴായിട്ട് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരത്തിലൊരു 500 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷനാണ് അമേരിക്ക ജപ്പാനുമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഗ്ലോബൽ ന്യൂസ് ത്രൂ ഔട്ട് വാച്ച് ചെയ്യുന്നവർക്ക് ഈ വാർത്ത വളരെ സുപരിചിതമായിരിക്കും. നമ്മളും പലതവണ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള നെഗോസിയേഷൻ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ എന്തെല്ലാം ഡീലുകൾ സൈൻ ചെയ്യുന്നുണ്ട്, എത്ര തുകയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ജപ്പാൻ ഇന്ത്യക്ക് പ്രോമിസ് ചെയ്യുന്നത്, ഇതെല്ലാം അമേരിക്ക വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റേതെങ്കിലും രാജ്യം ഇന്ത്യ സന്ദർശിക്കുന്ന പോലെയല്ല ജപ്പാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഒരു കൂടിക്കാഴ്ച, ഒരു ആനുവൽ സബ്മിറ്റ്. തീർച്ചയായിട്ടും ഇന്ത്യക്കും ജപ്പാനും വളരെയേറെ കാലമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധമുണ്ട്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ജപ്പാൻ ഇന്ത്യക്കുള്ളിൽ നടത്തിയിരിക്കുന്നത്. ട്രംപ് ഇത്തവണ ഒരു കണ്ടീഷൻ ജപ്പാന് പ്രപ്പോസ് ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച അമേരിക്കയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ളൊരു വിസിറ്റായിട്ട് ഇത് മാറുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പാരമ്പര്യം അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഈ സിന്ധ് പ്രൊവിൻസും പഞ്ചാബ് പ്രൊവിൻസും കനത്ത വരൾച്ചയിലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉടായ്പകളൊക്കെ അവർ ഇറക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ അടുത്ത് ചെയ്തിരിക്കുന്നത് ഒരു ഗുരുദ്വാര പാകിസ്ഥാൻ ഡെമോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുദ്വാര ഡെമോളിഷ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അതിനെതിരെ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ അതിനെ പറഞ്ഞിരിക്കുന്നത് ടാർഗറ്റഡ് വാൻഡലിസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 125 വർഷം പഴക്കമുള്ള ഗുരുദ്വാരയാണ് പാകിസ്ഥാൻ ഡെമോളിഷ് ചെയ്തത്. ട്രംപ് വീണ്ടും ചൈനയെക്കുറിച്ചൊരു ആരോപണം. പാനമ കനാൽ വീണ്ടും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ ഇൻഫ്ലുവൻസിനെ തടയുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അഥവാ ചൈന വീണ്ടും പാനമ കനാലിലേക്ക് വരുന്നുവെങ്കിൽ പാനമ കനാൽ അമേരിക്ക തിരിച്ചെടുക്കുമെന്നുള്ളൊരു താക്കീത് പാനമയ്ക്ക് നൽകിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അമേരിക്കയുമായിട്ടുള്ള ഡീലിനെ ന്യായീകരിച്ച് തുടങ്ങുന്നുണ്ട് പതിയെ സ്ലോലി. അതായത് ഗാലിബാഫിൻ്റെ മീഡിയ ഇൻ്റർവ്യൂ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ഗാലിബാഫിന് ഒരു സോളിഡാരിറ്റി, അതേപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീലിൽ ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ അതെങ്ങനെയാണ് ഇറാനിന് ഉപകാരപ്രദമാകുന്നത്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോടുകൂടിയുള്ള ഒരു ഡീലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നുണ്ട്. ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണി നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് മസൂദ് പെസസ്കിയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.